മോർണിംഗ് എവരിവൺ. ഇന്ന് ഡിസംബർ 25 ആണ്, ക്രിസ്മസ് ആണ്. സോ എല്ലാവർക്കും മെരി ക്രിസ്മസ്. ഈ വർഷം അവസാനിക്കാറായി. സോ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ എനിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ കരുതി ഈ ഇയർ ലാസ്റ്റായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആക്കാമെന്ന്. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലീവാണല്ലോ, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്കൊരു നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതെനിക്കൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ എനിക്ക് വേറൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ഇന്ന് എടുക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമെന്ന് കരുതി. അപ്പം ഞാൻ ഇനി ചായ കുടിച്ച് എൻ്റെ അടിച്ചുവാരൽ ജോലികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വരട്ടെ. എന്നിട്ട് ഞാൻ എൻ്റെ ആ ക്രിസ്മസ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു കേട്ടോ. അത് കാരണം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ അത് ഒരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ അത് അൺബോക്സ് ചെയ്യാണ്ട് വെച്ചേനെ. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാൻ അത് കിട്ടിയ അപ്പം തന്നെ അൺബോക്സ് ചെയ്തു. ബട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും കൂടി അൺബോക്സ് ചെയ്യും, അത് കാണിക്കാം. അതിൻ്റെ പ്രൊഡക്ട്സും എല്ലാം ഞാൻ കാണിക്കാം. സോ എൻ്റെ ഈ ഒരു ക്രിസ്മസിൽ എനിക്ക് കിട്ടിയ ഏറ്റവും അടിപൊളി ഗിഫ്റ്റാണത്. സോ ഇനി കുളിച്ച് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അതുവരെ ഞാൻ എൻ്റെ കോഫി കുടിച്ച് തീർക്കട്ടെ. ഓക്കെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് അൺബോക്സ് ചെയ്യാനുണ്ടെന്ന്. സോ ദാറ്റ് ഈസ് ദിസ് വൺ ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു, എന്നാലും ഞാൻ ഒന്നും കൂടെ വീഡിയോയ്ക്ക് വേണ്ടി അൺബോക്സ് ചെയ്യണം. ഇത് ദ മെസ്സി കോർണർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് അവരെനിക്ക് അയച്ച ഒരു പ്ലാനറാണ്. ആൻഡ് അടിപൊളിയാണ്. ഇതൊരു അൺഡേറ്റഡ് പ്ലാനറാണ്. ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന്. സോ ഫസ്റ്റ് തന്നെ ഒരു ക്യൂട്ട് പൗച്ചാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊരു പെൻസിൽ പൗച്ച് ഓർ പെൻ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ളൊരു പൗച്ചാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഓക്കെ. സോ പ്ലാനർ ഞാൻ ലാസ്റ്റ് എടുക്കാം. ആൻഡ് വി ഹാവ് എ ക്യൂട്ട് നോട്ട്ബുക്ക്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു നോട്ട്ബുക്ക്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ഇതിൻ്റെ കളറാണെങ്കിലും ഒക്കെ നല്ല രസമുണ്ട്. ആൻഡ് ഒരു റൂൾഡ് പേജസ് ആണ് ഇതിലുള്ളത്. ആൻഡ് എല്ലാ പേജും നല്ല ക്വാളിറ്റി ഉണ്ട്. ഐ റിയലി ലൈക്ക് ദിസ് ക്യൂട്ട് നോട്ട്ബുക്ക്. ആൻഡ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ പ്ലാനർ നോക്കാം. ദിസ് ഈസ് മൈ പ്ലാനർ. ഇതെൻ്റെ 2025 അൺഡേറ്റഡ് പ്ലാനറാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എൻ്റെ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അഞ്ജലിന്ന്. അയ്യോ, ഭയങ്കര അടിപൊളി കളറാണ്. ആൻഡ് ഇവർക്ക് ഈ ഒരു കളറും ആൻഡ് ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള വേറൊരു ഡിസൈൻ വന്നിട്ടൊരു പ്ലാനറാണുള്ളത്. ആൻഡ് ഞാൻ ഈ കളറാണ് ചൂസ് ചെയ്തത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു പ്ലാനർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ പേര് വെച്ച് പ്ലാനർ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ആ പ്ലാനർ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന 2 പ്രൊഡക്ട്സാണ്.
ഈ ഒരു ക്യൂട്ട് നോട്ട്ബുക്കും ആൻഡ് ദിസ് പൗച്ചും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ ക്രിസ്മസിലെ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് നല്ലൊരു പ്ലാനർ കിട്ടി. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അൺബോക്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഏതെങ്കിലും സീരീസ് കണ്ടിരിക്കണം. ബിക്കോസ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ടൊന്ന് റെഡി ആവണം. ഇപ്പം എന്തായാലും ഞാൻ കുറച്ച് നേരം ഏതെങ്കിലും സീരീസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ. സോ ഇനി ഞാൻ കുറച്ച് നേരം സീരീസൊക്കെ കണ്ടിരിക്കാൻ പോവാണ്. ഞാൻ അങ്ങനെ ഒരു കൊറിയൻ സീരീസിൻ്റെ ഒന്നും ഭയങ്കര ഫാനൊന്നും അല്ലായിരുന്നു പണ്ട്. പിന്നെ പണ്ട് ഞാൻ ഏതോ കണ്ടതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ ഫാനായി മാറിയത് ഹിഡൻ ലവ് എന്ന് പറഞ്ഞ സീരീസ് കണ്ട ശേഷം അതിൻ്റെ ഒരു ഭയങ്കര ഫാനായിട്ട് ഞാൻ മാറി. അത് വീണ്ടും വീണ്ടും അതിലെ ചില സീൻസൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണുമായിരുന്നു. പിന്നെ എനിക്കെന്തോ അത് കണ്ട ശേഷം എനിക്ക് വേറെ ഈ റൊമാൻറ്റിക് സീരീസൊക്കെ കാണുമ്പം എനിക്ക് ഇവരെ അത്ര അങ്ങോട്ട് ബാക്കി ആക്ട്രസിന് എന്തോ എനിക്കൊരു കണക്ഷൻ കിട്ടാതെ ഞാൻ പിന്നെ റൊമാൻറ്റിക് സീരീസൊക്കെ കാണാൻ നിർത്തി. അതിനുശേഷമാണ് ഞാൻ 2 സീരീസ് കണ്ടത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളത് കണ്ടതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ റോം കോം സീരീസിനെക്കാട്ടും എനിക്കിഷ്ടം ഈ സോംബി അങ്ങനത്തെ സീരീസും മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനത്തെ സീരീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ കണ്ടൊരു സീരീസാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സീരീസ്. അടിപൊളിയായിട്ടുള്ളൊരു സീരീസാണ്, കൊറിയൻ സീരീസാണ് അത്. പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ അത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉണ്ടാവുമല്ലോ, ബട്ട് ഇംഗ്ലീഷിൽ ഓഡിയോ ഇല്ല, കൊറിയനിൽ തന്നെയാണ് ഓഡിയോ ഉള്ളതും. അതിനുശേഷം ഞാൻ കണ്ടൊരു സീരീസാണ് ഓൾ ഓഫ് എസ് ആർ ഡെഡ്. അതും എല്ലാവരും കണ്ടതായിരിക്കും. അതും കൊറിയനാണ്, ബട്ട് നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഓഡിയോ ഉണ്ട്. സോ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇത് രണ്ടും കണ്ടിട്ട് അടിപൊളി 2 സീരീസാണ്. ആൻഡ് ഞാൻ പറയാം ഗൈസ്, നിങ്ങൾക്ക് എങ്ങനത്തെ ആളാണ് നിങ്ങളെന്ന് നോക്കിയിട്ട് വാച്ച് ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് പേടിക്കണം, പക്ഷേ എന്താ പറയുക, ഓവറായിട്ട് അങ്ങ് പേടിക്കും ചെയ്യരുത്. സോംബീസിനെ കാണും വേണം ബട്ട് ആ ഒരു സീരീസിന് ഒരു ഹാപ്പി എൻഡിങ്ങും ആയിരിക്കണം. അങ്ങനത്തെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സീരീസ് കാണാം. അതല്ല, നിങ്ങൾക്ക് സോംബീസിനെ കണ്ട് നന്നായിട്ട് പേടിക്കണം, ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ സോംബീസിൻ്റെ ഒരു കളിയായിരിക്കണം. അവർ അത്രയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരുന്ന രീതിയിലുള്ള സോംബീസ്, അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ കാണണം. ആൻഡ് ഒരു ഹാപ്പി എൻഡിങ്ങൊന്നും അല്ല. ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് അത്രയും ട്രാജഡിയാണ്, എന്നാലും ട്രാജഡി തന്നെയാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു ഹാപ്പി എൻഡിങ്ങും അല്ല. അങ്ങനത്തെ ഒരു സീരീസാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഓൾ ഓഫ് എസ് ആർ ഡെഡ് കാണാം. അതല്ല, ഒരു ഹാപ്പി എൻഡിങ്ങും ഓവറായിട്ട് പേടിയില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ്സും കാണാം. രണ്ട് രീതിയിലാണ്, പക്ഷെ രണ്ടും അടിപൊളി സീരീസാണ്. എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സീരീസാണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിരിക്കാം, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ആൻഡ് ഇപ്പം ഞാൻ കാണുന്നത് ലവ് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് സീരീസാണ്. റൊമാൻറ്റിക് സീരീസ്, യെസ്, അടിപൊളിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് 8 എത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാനത് കുറച്ച് നേരം കാണട്ടെ. അങ്ങനെ എൻ്റെ ലഞ്ചും എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെന്ന്. സോ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. എപ്പോഴും ഞാനിങ്ങനെ മുടി ഒന്നെങ്കിലും അഴിച്ചിടും, അല്ലെങ്കിൽ പോണിറ്റെയിൽ കിട്ടും. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ ഹെയർ സ്റ്റൈൽ. സോ ഇന്ന് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താലോ എന്ന് വിചാരിക്കണം. വലിയ ഹെയർ സ്റ്റൈലൊന്നുമല്ല, ചെറുത് ചെയ്ത് നോക്കാം. കൊളാവൂലേ? അഴിച്ചിട്ടും കുഴപ്പമില്ല അല്ലേ? ചെയ്യണോ വേണ്ടേ? ഫുൾ ഡൗട്ടിലാണ്. ഇപ്പം ചെയ്യേണ്ടെന്ന് വെച്ചാലോ, അഴിച്ചിട്ട് തന്നെ വീഡിയോ എടുത്താലോ? ഐ തിങ്ക് അതായിരിക്കും ബെറ്റർ. കാരണം ചെയ്ത് കുളമാക്കി അത് ചെയ്യാനുള്ളൊരു ടൈം എനിക്കില്ല. ഞാൻ പുതിയ ഇങ്ങനത്തെ ഇതൊക്കെ മേടിച്ചു വന്നത് ഹെയർ സ്റ്റൈൽ ചെയ്യും.
ബിക്കോസ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പക്ഷെ ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല റെഡി ആയിട്ട് വരും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. മുടി ഇങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, റീലെടുക്കാൻ പോകുമ്പോൾ വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ വല്ലതും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. യാ, സോ ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യട്ടെ. ഭയങ്കര ബിസി, ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ബിസി ആയിരിക്കും. കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു സൺലൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും അടിപൊളി. രാവിലത്തെ സൺലൈറ്റ് നല്ലതാണെങ്കിലും രാവിലത്തെ സൺലൈറ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് എന്താണെന്നറിയില്ല. പക്ഷേ ഈവനിങ് സൺലൈറ്റ്, അതായത് ആ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു ടൈം, ഇപ്പം ഗോൾഡൻ അവറൊന്നുമല്ല, ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബട്ട് അതാണ് ബെസ്റ്റ് ടൈം. സോ യാ ഗൈസ്, ഞാൻ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു ഗൈസ്. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ലൈറ്റ് പോയി. എനിക്ക് റീൽ എടുക്കാനുണ്ടായിരുന്നു, ബട്ട് സൺലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോയെടുക്കാം. പുറമെ പോയാൽ കുറച്ചും കൂടി സൺലൈറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ റൂമിലേക്ക് ഇപ്പം അത്ര സൺലൈറ്റ് വരുന്നില്ല. എന്ത് ചെയ്യും? പോവാല്ലേ, പോയി എന്തായാലും റീലൊക്കെ എടുത്ത് വരാം. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. ഞാൻ എന്തായാലും പുറത്ത് പോയി നോക്കിയ സമയത്ത് വെയിൽ പുറത്തുണ്ട്, സൺലൈറ്റ് പുറത്തുണ്ട്, പക്ഷേ അകത്തേക്ക് അത്ര വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റീലും കൂടി എടുക്കാമെന്ന് കരുതി. സോ നമുക്കിനി ഒരു ന്യൂ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയാലോ. എന്താവുമോ എന്നൊന്നും എനിക്കറിയില്ല, ജസ്റ്റ് നോക്കാം. എനിക്ക് പിരിച്ചിടാൻ കൂടെ പറ്റുന്നില്ല. ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കണമായിരുന്നു. ഇതിവിടെ പോട്ടെ, അവിടെ പോയി. ഹെയർ സ്റ്റൈൽ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്കൊരു വേറെ ഹെയർ സ്റ്റൈൽ പിടിക്കും. എനിക്ക് മാത്രം എന്താണ് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റാത്തത്? പോട്ടെ, എൻ്റെ സൺലൈറ്റും പോവും, എല്ലാം പോവും. ഹെയർ സ്റ്റൈൽ നമുക്ക് തൽക്കാലം വേണ്ടാന്ന് വെക്കാം അല്ലേ. ബൈ ഗൈസ്, ഞാൻ പോയിട്ട് റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വരാം. ബൈ. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതൊക്കെ ഫ്ലോപ്പായി. ഞാൻ റീലെടുക്കാൻ വേണ്ടി പുറത്ത് വന്നു. വലിയൊരു സൺലൈറ്റ് ഇല്ല, എന്നാലും സീനില്ല. ഓക്കെ, ഇന്ന് എൻ്റെ വീഡിയോഗ്രാഫർ ഈസ് ഇവളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ. അമ്മ ആയിരുന്നു എനിക്ക് വീഡിയോ എടുത്തരാറ്, പക്ഷേ അമ്മയ്ക്ക് കൈക്ക് കെട്ടിക്കിടക്കായതുകൊണ്ട് അമ്മനെ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. സോ എൻ്റെ പുതിയ വീഡിയോഗ്രാഫറാണിത്. ശരിക്കും ആദിക്കുഞ്ഞ. ഇവളെ എന്തുകൊണ്ട് ഞങ്ങൾ ആദിക്കുഞ്ഞൻ അല്ലെങ്കിൽ ഞാൻ ആദിക്കുഞ്ഞൻ എന്ന് വിളിക്കുന്നതിന് കാരണം പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ വാവ എന്നത് പറയുന്നതിനെക്കാട്ടും കുഞ്ഞൻ എന്നാണ് പറയുക. ആൻഡ് ഇവൾ ചെറുതാവുന്ന സമയത്ത് ഇവൾ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ആദി എന്നാണ് ഇവളെ വീട്ടിൽ നിന്ന് ഇവളെ നിക്നെയിം ആദി എന്നാണ്. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞ് ആദിക്കുഞ്ഞനല്ലേ മാളൂ അങ്ങനെ പറയും. എന്ത് കുരുത്തകൾ ഒപ്പിച്ചിട്ട് ലാസ്റ്റ് പറയും ആദിക്കുഞ്ഞനല്ലേ മാളൂ എന്ന്. സോ അങ്ങനെയാണ് ഇവളെ ഞങ്ങൾ ആദിക്കുഞ്ഞൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്.
ശരിക്കും ഞാൻ എൻ്റെ ആരാ? ഞാൻ അവളുടെ മേമയാണ്, കാരണം ഇതെൻ്റെ ഏട്ടൻ്റെ മകളാണ്. പക്ഷെ നീ എന്നെ എന്താ വിളിക്കാറ്? ഭയങ്കര റെസ്പെക്റ്റാണ്. ആൻഡ് ഇവക്കൊരു അനിയൻ കൂടെ ഉണ്ട്, അവൻ എന്നെ ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റാണ്. സോ റെസ്പെക്റ്റ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഞാൻ എത്രയോ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടല്ല വന്ന് ഞാൻ പിരിച്ചിടാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥ എത്തി. ഓക്കെ, സോ എന്തായാലും ഇവിടെ വരെ അന്ന സ്ഥിതിക്ക് ഞങ്ങളൊന്ന് മുകളിൽ വരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ അല്ലേ, ഒരു മുട്ടായെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. കുറേ ആൾക്കാരാണ്, ബിക്കോസ് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസം ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സീറ്റ് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒഴിഞ്ഞു കാണുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവിടെ ആൾക്കാരില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ ആരുമില്ല, സോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അത് കുഞ്ഞ് നമുക്ക് മുകളിലോട്ട് പോയാലോ? ഓക്കെ, ഞങ്ങളെന്നാൽ പോയിട്ട് മുകളിൽ പോയിട്ട് വരാം. സോ ഈ കമ്മൽ ഞാൻ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദ മ്യൂസ് കളക്ഷൻ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് അവരെനിക്ക് അയച്ചെന്ന കമ്മലാണ്. നൈസ്. ഓക്കേ, വാട്ട് ഫോട്ടോ എടുക്കാം അല്ലേ നമുക്കും? വാ. ഞാൻ ഇന്നത്തെ റീലും വീഡിയോയും എല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അനിയത്തിയല്ല, ഏട്ടൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളൊക്കെ എടുത്തു, അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്തു. ഇനി എനിക്ക് അതെല്ലാം എഡിറ്റ് ചെയ്യണം. ഇന്ന് തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് അതിലൊരുപാട് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൊരു വീഡിയോ അല്ല. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എന്തൊക്കെ ചില സ്ഥലത്ത് കട്ട് ചെയ്യാനുണ്ടാവും. എഡിറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ളതും. എനിവേ അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാൻ ലാപ്പിലാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഞാൻ മുളക് ബജി വാങ്ങിച്ചു. സോ എൻ്റെ ഓർമ്മയിൽ ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ മുളക് ബജി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ടൈം മുളക് ബജി കഴിച്ചത് ഞാൻ 12th കൊടൈക്കനാൽ ട്രിപ്പ് പോയ സമയത്താണ്. അന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള റിഫയും ഞാനും കൂടി ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി കഴിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലൈക്ക് ആ ഒരു ടേസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ വേറെ എവിടുന്ന് വാങ്ങി കഴിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് ആ ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, സോ ഇന്ന് ഞാൻ ശാന്തിഗിരി അവിടെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവിടെ ഞാൻ മുളക് ബജ്ജി കണ്ടു ഗൈസ്. ഞാൻ അവിടെ ഇതുവരെ ആദ്യമായിട്ടോ മുളക് ബജ്ജി കണ്ടു. സോ ഞാൻ അത് വാങ്ങിച്ചു. അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കഴിച്ചപ്പം. സോ ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചു. നമുക്കിഷ്ടപ്പെട്ട് നമുക്ക് കഴിക്കാമല്ലോ. സോ ഇനി ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ. അതാണ് അടുത്ത പരിപാടി. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയൊക്കെ തന്നെ. സോ ഇനി ഫുൾ എഡിറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ബൈ. ഇവിടെ ഇപ്പം ഫുൾ ക്രിസ്മസിൻ്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലൈക്ക് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, എനിക്ക് തോന്നുന്നു എത്രാമത്തെ ടീമാണെന്ന് വരാൻ പോകുന്നതെന്നുള്ളത്. ഒരു 2 ദിവസം മുന്നേ ഒരു ടീം വന്നു. ഇന്നലെ 2 ടീം വന്നു, 2 or 3. ഇന്ന് അടുത്ത ടീം വരാൻ പോവാണ്.
ചിലത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചിലവർ നല്ല ഭംഗിയിൽ ക്രിസ്മസ് അപ്പൂപ്പനും പിന്നെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്, ചിലവർ ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ ആ സാധനമല്ലേ, ആ മാസ്ക് അത് വെച്ചിട്ട് വരും. എല്ലാത്തിനും ഒരേ മാസ്ക് ഉണ്ടാവും, അത് വെച്ച് വരും. എന്നിട്ട് രണ്ട് മുട്ടി അവരങ്ങ് പോവും. ചിലവരിത് കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത് രസമല്ലേ, കാരണം ഫുൾ കേക്ക്, ഈ മുട്ടൊക്കെ നമുക്കിങ്ങനെ എവിടുന്നോ വരുന്നത് കേൾക്കാം. ഫുൾ ഓണായിരിക്കും, നമ്മുടെ ഏരിയ ഫുൾ ഓണായിരിക്കും. അങ്ങനെ ഏതോ ഒരു പുതിയ ടീം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ എല്ലാ ക്രിസ്മസിനും ഞാൻ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. കരച്ചിലോ? എല്ലാ ക്രിസ്മസിനും ഞാൻ വീട്ടിൽ മൊത്തം ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല റെഡ് കളർ ഡ്രസ്സിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ഒരു കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ വിചാരിച്ചു. ലാസ്റ്റ് ടൈമിൽ എനിക്ക് പറ്റിയില്ല. ഈ ക്രിസ്മസ് ഞാൻ വിചാരിച്ചു. ഈ ക്രിസ്മസിന് എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ എഫേർട്ട് ഇടാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് പറ്റാത്തത്. അല്ലെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു ചെയ്യാൻ. പക്ഷേ ഈ ക്രിസ്മസിനും ക്രിസ്മസ് ട്രീ വാങ്ങാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്മസ്. സോ നെക്സ്റ്റ് ഇയർ ഞാൻ ഉറപ്പായിട്ടും സെലിബ്രേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ എഡിറ്റിംഗ് ഒന്ന് ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ബാക്കി എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ലാപ്ടോപ്പ് ഓഫാക്കി കുറച്ച് എൻ്റെ എഡിറ്റ് ചെയ്യാം. സോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല. എനിക്ക് വയറൊക്കെ ഫുള്ളാണ്. ഞാൻ ആ മുട്ട ബജ്ജിയും അതും ഇതൊക്കെ കഴിച്ച് വയറ് ഫുള്ളാണ്. അതുകൊണ്ട് ഡിന്നറിന് വേണോ വേണ്ടേ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ്. എനിവേ ബാക്കി പരിപാടി എന്താണെങ്കിലും ഞാൻ കാണിക്കാം. ബൈ. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് എനിക്ക് ഓഫീസുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇത് എനിക്ക് ലീവുള്ളൊരു ദിവസത്തെ ഡേ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം പോകാറ്. ആൻഡ് ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു സമാധാനം. പിന്നെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങുകൾ കൂടെ ഉണ്ട്. അതുകൂടി എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് നാളെ അപ്ലോഡ് ചെയ്യണം. പിന്നെ താങ്ക് യു സോ മച്ച്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 1000 പേരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. Bye. Good night.